ഈ സിനിമയുടെ തുടക്കത്തിൽ വീഡിയോ ചാറ്റ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ആളുടെ പേരാണ് സൽമാൻ. അയാൾ എപ്പോഴും മുഖംമൂടി വെച്ച് പെണ്ണുങ്ങളെ വീഡിയോ ചാറ്റ് ചെയ്യും. അതായിരുന്നു അയാളുടെ പ്രധാന കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ്. പക്ഷേ അയാളുടെ ഭാര്യയോട് ഇയാൾക്ക് താല്പര്യമേ ഇല്ല. എപ്പോഴും തന്നെ ഓരോ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിംഗ് ആണ്. ചാറ്റ് ചെയ്ത് പെണ്ണുങ്ങളുമായിട്ട് കുറച്ച് അടുപ്പം സൃഷ്ടിച്ചതിന് ശേഷം അവരെ വീഡിയോ കോളിൽ കൊണ്ടുവരും. അതായിരുന്നു പ്രധാന പരിപാടി. ഈ ഇടയായി ചാറ്റ് ചെയ്യുന്നത് നിക്കി എന്ന് പറയുന്ന പെൺകുട്ടിയോടാണ്. അവളുമായിട്ട് ചാറ്റ് ചെയ്ത് എന്നും രാത്രി വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അയാൾ. അങ്ങനെ ഒരു ദിവസം വീഡിയോ കോൾ ചെയ്ത് അവളുടെ ഐഡിയിൽ നിന്ന് വന്ന ആൾ പെണ്ണായിരുന്നില്ല, ഒരാണായിരുന്നു. അങ്ങനെ അയാളെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, ഈ ഐഡിയിലുള്ള നിക്കി എവിടെ പോയെന്ന്. അത് ഞാൻ പ്ലാൻ ചെയ്ത ഒരു വ്യക്തി മാത്രമാണ് നിക്കി എന്ന് പറയുകയാണ്. അപ്പോൾ സൽമാൻ ചോദിക്കുകയാണ്, താൻ എന്തിനാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ കോളിൽ വന്നതെന്ന്. അപ്പം നീ പെണ്ണുങ്ങളോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ആണുങ്ങളോട് സംസാരിക്കത്തില്ലെന്ന് ചോദിക്കുകയാണ്. അയാൾ സൽമാനോട് ചോദിക്കുകയാണ്, നീ ഒരാൾ മരിക്കുന്ന നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു അവൻ. അവൻ മരിക്കും, അപ്പം നീ തന്നെ വീഡിയോ കോളിലൂടെ ഇത് നേരിട്ട് കാണണമെന്ന് പറയുകയാണ്. മരിക്കല്ലേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഞാൻ മരിക്കണ്ടെങ്കിൽ നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു. സൽമാൻ അത് സമ്മതിക്കുകയും ചെയ്തു. ഇനി അവൻ ലാപ്ടോപ്പുമായിട്ട് റൂമിൽ പോയി. റൂമിൽ ഒരു പെൺകുട്ടി കിടപ്പുണ്ടായിരുന്നു. ആവശ്യമെന്ന് പറയുന്നത് എല്ലാ പെൺകുട്ടികളോടും നീ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന് തന്നെ പറയും. ആ പെൺകുട്ടിയോട് എന്ത് നീ പറയുന്നോ അതുപോലെ തന്നെ ഇവൻ ഇവിടെ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യം അവൻ സമ്മതിച്ചില്ല. പിന്നെ അവന് സമ്മതിക്കും. ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമല്ല, ഒരു മുഖംമൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മോശമായിട്ട് തന്നെ അവൻ പറയുന്ന പോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അയാൾ ചോദിക്കുകയാണ്, നിനക്ക് അവരുടെ മുഖം കാണണ്ടേന്ന്. അങ്ങനെ പതിയെ മുഖംമൂടി മാറ്റുകയാണ്. അപ്പോൾ കണ്ട ശരിക്കും പേടിപ്പിക്കുന്നതായിരുന്നു. അവൻ്റെ ഭാര്യ തന്നെയായിരുന്നു, അവളെ തട്ടിക്കൊണ്ട് വന്നതായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം അവൻ അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാമെന്ന്. അവൻ്റെ നിർദ്ദേശപ്രകാരം അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ചെന്നിട്ട് ഇയാളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഇയാളുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി ഇയാളെ. അങ്ങനെ ഇയാളെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് അയാളുടെ പഴയ ചരിത്രങ്ങളെല്ലാം പുറത്തോട്ട് വരുന്നത്. ഇയാളാണ് യോഹൻ. ഇയാളൊരു സംസാരിക്കാൻ കഴിയാത്തൊരു പാവം പെൺകുട്ടിയായിരുന്നു കല്യാണം കഴിച്ചത്. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹണിമൂണിന് ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ആരോ ഒളിക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ആദ്യരാത്രിയുടെ കുറച്ച് വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. ഇതൊന്നും പക്ഷെ ആദ്യം വരെ അറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലും പത്രത്തിലും വരെ അവരെ പറ്റിയുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോലീസിനെ സമീപിച്ചു. പക്ഷെ അവരിൽ നിന്നൊന്നും അവർക്ക് വേണ്ടത്ര ഇതൊന്നും കിട്ടിയില്ല. മനോവിഷമത്തിൽ അവൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. പ്രതികാരമായിട്ടായിരുന്നു അവൻ്റെ ഈ പുതിയ രൂപം. അങ്ങനെ ആ ഒളിക്യാമറ വെച്ച് ആളെ കണ്ടുപിടിക്കുകയായിരുന്നു. പക്ഷേ ആ ആൾ ഒളിക്യാമറ വെച്ചതേ ഉള്ളായിരുന്നു, അല്ലാതെ അയാൾ സോഷ്യൽ മീഡിയ പകർത്തിയത് അയാളല്ലായിരുന്നു. അയാളുടെ കയ്യിൽ പെൻ ഡ്രൈവ് നഷ്ടമായെന്നായിരുന്നു അയാൾ പറഞ്ഞത്. അത് കിട്ടിയത് സൽമാൻ്റെ കയ്യിലായിരുന്നു. സോഷ്യൽ മീഡിയ പകർത്തിയതും അവൻ്റെ കുടുംബജീവിതം നശിപ്പിച്ച് അവൻ്റെ ഭാര്യയെ നഷ്ടമാക്കിയതും സൽമാൻ ആയതുകൊണ്ടാണ് അവനോട് ഇതൊക്കെ ഇവൻ ചെയ്തത്.